വൈവാഹിക ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതേസമയത്ത് ഇന്ന് വിവാഹിതരാകുന്ന ഭാര്യ ഭർത്താക്കന്മാർ കല്യാണം കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന തീരുമാനം ഞമ്മക്കൊരു 3 കൊല്ലത്തിന് കുട്ടികൾ വേണ്ടട്ടോ എന്ന തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളില്ലാത്തവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. കുട്ടികളില്ലാത്തതിൻ്റെ എണ്ണം കൂടുന്നതിന് പല കാരണമുണ്ട്. ഒരു കാരണം കുട്ടികൾ വേണ്ട എന്ന് പണ്ട് തീരുമാനമെടുത്തു എന്നതാണ്. കുട്ടികൾ വേണ്ട എന്ന് തീരുമാനമെടുത്താൽ കുട്ടികൾ ഉണ്ടാകുന്നതിന് അനുകൂലമായ ഹോർമോണുകൾ നിർവീര്യമാവും. ഹോർമോണുകൾ ചിന്തക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞിരങ്ങളോട് നല്ല ഒരു നമ്മളെ ഇതുണ്ടല്ലോ മരപ്പുളി എന്ന് പറഞ്ഞാൽ വാളംപുളി, പച്ച വാളംപുളി കണ്ടിട്ടില്ല എല്ലാവരും? ഇങ്ങനെ വളഞ്ഞ പുളിമരത്തം ഉണ്ടാകണേ നല്ല ഒരു പച്ച വാളംപുളി എല്ലാവരും എടുക്കുക. അങ്ങനെ എടുത്തിട്ട് ഒരു 1/4 സ്പൂൺ ഉപ്പും ലേശം മുളകും പൊടി ഇട്ടിട്ട് അതിലൊന്നിങ്ങനെ ഒരതിയിട്ടാവുന്നിങ്ങനെ കടിച്ചു നോക്കാണ്. തൊള്ളയിൽ കൂടി ഒരു സാധനം വന്നില്ലേ, അതിൻ്റെ പേരാണ് ഹോർമോൺ. ചിന്തകൾക്കനുസരിച്ച് ഹോർമോൺ ഉണ്ടാവും. ഇത് നേരെ ഓപ്പോസിറ്റ് മനസ്സിലാക്കി. ചിന്തക്കനുസരിച്ച് ഹോർമോൺ നിർവീര്യമാവും. കുട്ടികളുണ്ടാകാത്തതിന് ഒരുപാട് കാരണമുണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട ഒരു കാരണം വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ തൽക്കാലം നമുക്കൊരു 5 കൊല്ലത്തിന് കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിച്ചു എന്നുള്ളത് തന്നെയാണ്. പുതിയ തലമുറയെങ്കിലും അങ്ങനെ തീരുമാനിക്കാതിരിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് കുടുംബജീവിതം എന്താണ്, ലൈംഗിക ജീവിതം എന്താണ് അതിൻ്റെ ഉദ്ദേശങ്ങൾ, എന്താണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് നമ്മൾ പുതിയ തലമുറയെ പഠിപ്പിച്ചേ പറ്റൂ. പ്രത്യേകിച്ച് പെൺകുട്ടികളെ പഠിപ്പിക്കണം. ആൺകുട്ടികളെയും പഠിപ്പിക്കേണ്ട തന്നെയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ നന്നായിട്ട് പഠിപ്പിച്ചിരിക്കണം. കാരണം പെൺകുട്ടികളാണ് കുടുംബത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്.